നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ രോഹിത്തിനെ ഹരിശങ്കറിനെയൊക്കെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾ കോടതി വളപ്പിലേക്ക് തടിച്ചു കൂടുവാണ്. വെറുതെ അല്ല അവർ വരുന്നേ. അവരുടെ കയ്യിൽ വലിയ പ്ലക്കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പ്രതിഷേധിക്കാൻ തയ്യാറായിട്ടാണ് വരുന്നത്. കൈ കിട്ടുവാണെങ്കിൽ അവന്മാരെ തീർക്കണം. വെറും കേസിലല്ല, പീഡന കേസിൽ പാവം പിടിച്ചൊരു പെൺകുട്ടിയെ 3-4 പേര് കൂടി ചേർന്ന് റേപ്പ് ചെയ്ത, അതും ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായ പോലും ആയിട്ടില്ല. പ്രേമം നടിച്ച് വശീകരിച്ച് കൊണ്ടുപോയി അവനെ പ്രേമിച്ചവനും പിന്നെ അവൻ്റെ കൂട്ടുകാർക്കും കാഴ്ചവെച്ചു. ആൾക്കാർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? സ്ത്രീകളും പുരുഷന്മാരും അടക്കം കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെ നിയന്ത്രിക്കാനായിട്ട് പോലീസുകാർ തന്നെ പെടാപ്പാട് പെടുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ന്യൂസ് ചാനലുകാരും അണിനിരന്നിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ടുവരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വലിയ കോളുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ മേലുകാമറ്റും പീഡന കേസ് അവരുടെ കയ്യിലിരിക്കുന്ന സ്ത്രീകളുടെ കയ്യിലിരിക്കുന്ന പ്ലക്കാർഡിലൊക്കെ ആണെങ്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. മേലുകാമറ്റം ആ പീഡന കേസിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുക, പ്രതികളെ പിടികൂടുക, അവന്മാർക്ക് തൂക്കുശിക്ഷ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്ലക്കാർഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ കുട്ടികളെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ അടിനിരക്കുവാണ്. ഇത്ര ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കോടതി വളപ്പിൽ അവരെ നിയന്ത്രിക്കാൻ പോലീസുകാർക്ക് നന്നേ പണിപ്പെടേണ്ടതായിട്ട് വന്നു. കാരണം കുറേ പോലീസുകാരെ ഇറക്കി അവർ വലിയ ഭാരിക്കേടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പ്രൊട്ടക്ഷൻ കൊടുക്കണമല്ലോ. എത്ര വലിയ കൊടും ക്രിമിനലാണെങ്കിലും അവരെ സംരക്ഷിക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ്. അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവരെ കോടതി ഹാജരാക്കുകയും തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പണി പോകുന്ന കാര്യമാണ്. ഇതേ സമയത്ത് ഇതൊന്നും ഹരിശങ്കറിന്റെ രോഹിത്തും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്ര ആൾക്കാർ കൂടിയ കാര്യം ഒന്നും അവർക്കും അറിയണ്ടായിരുന്നില്ല. ശിവശങ്കരൻ രാജീവനും ആണെങ്കിൽ കോടതിയുടെ അങ്ങോട്ടേക്ക് വരുവാണ്. വരണ സമയത്താണ് ഈ ജനക്കൂട്ടം കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും രാജീവൻ ശിവശങ്കരനോട്, ശിവേട്ട ഇത് നമ്മൾ പെട്ടുപോയാൽ എന്ത് ചെയ്യും? കണ്ടോ ജനക്കൂട്ടം ആർത്തലച്ച് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് മുമ്പോട്ട് കൊണ്ടേ വണ്ടി നിർത്തിയിടാം, എന്നിട്ട് അപ്പുറത്ത് വശത്തോടെ പോയാൽ മതി എന്ന് പറഞ്ഞു. ഇവരുടെ കയ്യിലെങ്ങാനും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ അച്ഛനും ചെറിയച്ഛനും വന്ന് നമ്മളെന്ന് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പിന്നെ മീതി വെച്ചേക്കില്ല. രാജീവൻ പറഞ്ഞു. അപ്പോഴേ മനു പറഞ്ഞൊരു മാറ്റം ഉണ്ടായില്ല. കണ്ടില്ലേ, ഇതൊക്കെ അവൻ മുൻകൂർ പ്രതീക്ഷിച്ചിട്ടായിരിക്കും അവൻ വരാതിരുന്നേന്ന് പറഞ്ഞു. ശിവശങ്കരന് വല്ലാത്ത ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്രയും നല്ല രീതിയിൽ വളർത്തി വലുതാക്കി വിട്ടിട്ടും ഇങ്ങനൊരു പണി ചെയ്തല്ലോ. ഇപ്പം നാണം കെട്ട് തല കുനിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായല്ലോ. ആരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റില്ല. ന്യൂസ് ചാനലുകാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ തറവാണ്ട് മാനം പോയി. ഇനി നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊരുക്കെ ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഹരിശങ്കരനെ രോഹിത്തിനെ കൊണ്ടുള്ള പോലീസ് വാഹനം, പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള പോലീസ് വാഹനം കോമ്പൗണ്ടിനകത്തേക്ക് അങ്ങോട്ട് കടന്നു വരുവാണ്. അപ്പോഴേക്കും ജനങ്ങളെ ഇളകിയില്ലേ. സ്ത്രീകളൊക്കെ പ്ലക്കാർഡും പിടിച്ചോണ്ട് പാഞ്ഞു വരുവാണ് ആ വണ്ടിക്കടുത്തേക്ക്. അപ്പോഴേക്കും പോലീസുകാർ നീന്തിക്കാൻ ശ്രമിച്ചു ബാരിക്കേഡ് വെച്ച, പക്ഷെ അതൊന്നും അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവന്മാരെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിടാം, ഞങ്ങൾ ശരിക്കും ഒന്ന് കാണട്ടെ, അവന്മാർക്ക് കൊടുക്കാനുള്ള ഇപ്പം തന്നെ കൊടുക്കുക, അതിജീവിതയ്ക്ക് നീതി കിട്ടണം, ഈ വീരന്മാരെ ഉറപ്പായിട്ടും വധശിക്ഷയ്ക്ക് വിധിക്കണം, അതാ വേണ്ടത്, പാമ്പിടിച്ചൊരു പെൺകുട്ടിയെ എന്ന് പറഞ്ഞിട്ട് അവർ മുദ്രാവാക്യം വിളിക്കാനൊക്കെ തുടങ്ങി. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം രോഹിത്തിനും ഹരിശങ്കരനും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹരിശങ്കർ ഇരുന്ന് വിയർപ്പ് ഒപ്പുക. രോഹിത്തിനാണെങ്കിൽ സങ്കടമായിരുന്നു. അദ്ദേഹത്തിന് വല്ലാത്തൊരു നിർവികാരതയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നേ. ടി വിക്കകത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ പീഡന കേസിലെ പ്രതികളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കോടതി വെളുപ്പിലേക്ക് ആൾക്കാർ തടിച്ചു കൂടുന്നു, മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ. പക്ഷെ ഇപ്പം അവർക്ക് അത് നേരിട്ട് അനുഭവിക്കാൻ പറ്റി. ഹരിശങ്കറൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ശരണ്യയെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദുരന്തം നേരിടേണ്ടി വരുമെന്ന്. അവൻ്റെ വിചാരം ശരണ്യയ്ക്ക് കുറച്ച് പൈസ കൊടുത്ത് ഒതുക്കി തീർക്കാം, ശരണ്യ അതങ്ങനെ നിന്നോളും, അല്ലെങ്കിൽ എന്തോ അവൾ ക്ഷമിച്ച് മുന്നോട്ട് പോയിക്കോളും, ഇനി അവളെ വിളിച്ചു വരുത്താന്നൊക്കെ ആയിരുന്നു. പക്ഷെ ആ ഉദ്ദേശങ്ങൾ ലക്ഷ്യങ്ങളെല്ലാം പാടെ തകർന്നു പോയി. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാത്ത രീതിയിലുള്ള പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഹരിശങ്കർ കണ്ടത്. ഈ സമയത്ത് SI സിയോട് പറഞ്ഞു, സാറേ കുറേ ആൾക്കാരുണ്ടല്ലോ, ഇവന്മാരെ പുറത്തിറക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പാടുപെടുമെന്ന് പറഞ്ഞു. അതെ ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് ഇവന്മാർ ഇട്ട് കൊടുക്കുക ചെയ്യണ്ടേ. അങ്ങനത്തെ പ്രവൃത്തിയല്ലേ ഇവന്മാർ ചെയ്തത്. കള്ളന്മാരും കള്ളന്മാരും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ജനങ്ങൾ ഇത്ര രോഷമാകത്തില്ല. പക്ഷെ ഇതങ്ങനെയല്ല. പീഡനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു ദയ ഉണ്ടാകത്തില്ല. അതും ഇത്ര ചെറിയ പ്രായത്തിലെ ഇവന്മാർ 3-4 പേര് ചേർന്നിട്ട് ഒരാളെ അല്ലെങ്കിൽ പ്രേമം നടിച്ച് പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും ആൾക്കാർക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഇത് അതുപോലെയല്ല.
3-4 പേർക്ക് കാഴ്ച വെക്കുകയും ചെയ്തു. സഹിക്കാൻ പറ്റുമോ? കാരണം പെൺമക്കളുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇളകിയിരിക്കുക. കാരണം നാളെ തങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിക്കൂടാ എങ്ങനെയൊരു ചിന്തയായിരുന്നു. ഇവന്മാർക്ക് തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നാളെ തങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരും എന്നൊരു ചിന്തയായിരുന്നു. ആരും ഇതിന് മുദ്രയില്ല. അതുകൊണ്ട് അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. ആ രീതിയിലുള്ള മുദ്രാവാക്യം വിളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ നടത്തിയിരുന്നത്. ഒടുവിലെ പോലീസുകാർ അവിടെ കൂടി ആൾക്കാരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പിരിഞ്ഞു പോകണം, കോടതി ഹാജരാക്കാനുള്ള പ്രതികളെ ഇവർക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അവർ പിരിഞ്ഞു പോകാനൊന്നും കൂട്ടാക്കില്ല. ഒടുവിൽ കോടതിയിലേക്ക് ഹാജരാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറേ പോലീസുകാരും കൂടെ വന്നു. അവർ ബാരിക്കേഡൊക്കെ വെച്ച് ആൾക്കാർ തള്ളിക്കയറാതെ രോഗത്തിന് ഹരിശങ്കറിനൊക്കെ പ്രൊട്ടക്ഷൻ ഒരുക്കുകയാണ്. ഒടുവിൽ അവന്മാരെ ഒരു വിധത്തിലാണ് അവിടുന്ന് പുറത്തേക്ക് ഇറക്കുന്നത്. പക്ഷെ അങ്ങനെ ഇറക്കി കഴിയുമ്പോഴത്തേനും ആൾക്കാരൊക്കെ പാഞ്ഞെടുക്കുകയാണ്. സർവ്വ മീഡിയക്കാരും ഉണ്ടായിരുന്നു കേരളത്തെ. കാരണം അത്രമാത്രം കോളുകളൊക്കെ സൃഷ്ടിച്ചു. 2 ദിവസം കൊണ്ട് ഈ കേസ് ആൾക്കാരൊക്കെ അറിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അറിയുന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക അവരെ കാണാനും ചീത്ത പറയാനും കയ്യിൽ കിട്ടുവാണെങ്കിൽ നാളെല്ലാം കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു വിധത്തിൽ രക്ഷിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നേ. ഈ സമയത്ത് ശിവശങ്കരനും രാജീവനോടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഇത് കണ്ടു. ശിവശങ്കരന് മാറി നിന്ന് കരയാനോ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ദൈവമേ, ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് എങ്ങാനും തൻ്റെ മകനും അല്ല രോഗത്തും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ പൊടി പോലും കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. എന്ത് ചെയ്യാൻ പറ്റും? സഹിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ഇപ്പൊ കോടതിക്കകത്തേക്ക് അവർക്ക് പോലും കയറാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. കാരണം അത്രയ്ക്ക് ജനക്കൂട്ടം ഇളകിയിട്ടുണ്ടായിരുന്നു. ഈ സമയം ന്യൂസൊക്കെ ലൈവായിട്ട് ചാനലിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുക, TV ചാനലിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണമോളാണിത് കാണുന്നത്. കൃഷ്ണമോൾ പെട്ടെന്ന് അലീനെ വിളിച്ചു. അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അലീന വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ചേച്ചി ഇങ്ങോട്ട് നോക്കാൻ പറയണം. അലീനയ്ക്ക് ഭയങ്കര വിഷമായി. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു, ചേച്ചി കണ്ടു അത്, ഇനി എന്ത് ചെയ്യും ചേച്ചി? ഒരു പക്ഷേങ്കിൽ രോഹിത്താണെന്നും ജാമ്യം പോലും കിട്ടത്തില്ലായിരിക്കും അല്ലേ? ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ജാമ്യം കിട്ടുമെന്നൊന്നും തോന്നില്ല മോളെ, മോൾക്കും അറിയാലോ നിസ്സാര കാര്യമല്ലത്, അത്ര ഗുരുതരമായൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ജനങ്ങളെ ഇളകിയിരിക്കുന്നത് കണ്ടില്ലേ ചേച്ചി? ഇനി എങ്ങനെ നമ്മൾ പുറത്തിറങ്ങും? നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ലല്ലോ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഇതെങ്ങാനും അച്ഛൻ കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അച്ഛന് സഹിക്കാൻ പറ്റില്ല മോളെ. എനിക്ക് അതൊക്കെ ഓർത്തിട്ട ടെൻഷൻ. ഭാഗ്യം കൊണ്ട് എന്തായാലും TV ഒന്നും മുറി വെച്ച് കൊടുക്കത്തില്ല, അത് എന്നോട് സമാധാനമുണ്ട്. അല്ലായിരുന്നെങ്കിലോ അച്ഛൻ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നെഞ്ചു പൊട്ടി മരിക്കത്തുള്ളൂ. കാരണം ഒരിക്കലും ആരും ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല. അത് മാത്രമല്ല, മക്കളെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണാൻ ഒരു കാരണന്മാരും ആഗ്രഹിക്കുന്ന കാര്യമല്ലോ. അതുപോലത്തെ ഒരു കാഴ്ചയുള്ള നടക്കണേ. ഇതേ സമയത്ത് കമല ശിവശങ്കരനെ വിളിക്കുകയാണ്. കമല ശിവശങ്കരനെ വിളിച്ചിട്ട് ചോദിച്ചു, ശിവേട്ട എന്തായ കാര്യങ്ങൾ, കോടതി കൂടിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ശിവശങ്കരൻ പറഞ്ഞു, വെച്ചിട്ട് പോയിക്കോ, ഇവിടെ മനുഷ്യന് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇപ്പം TV ഒന്ന് വെച്ച് നോക്കുക, TVക്കകത്ത് കാണുമായിരിക്കുമല്ല എന്നൊക്കെ പറഞ്ഞു. കമല പോയി TV വെച്ചു. TV വെച്ചപ്പോൾ ലൈവ് ന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കോടതി വളപ്പിലെ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ, പ്രതിഷേധം കാര്യങ്ങളൊക്കെ അവരെ കൊണ്ടുവന്ന് ഇറക്കുന്നു. അപ്പോഴേക്കും ആൾക്കാർ കൂടുന്നു ഇല്ല. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല മണിശങ്കരനെ വിളിക്കണം. മണിശങ്കർ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യനോട്, എടാ മോനെ നോക്ക്, ഇങ്ങ് നോക്ക്, എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെ, എൻ്റെ മോൻ നിൽക്കുന്ന ഇപ്പ് കണ്ടില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മണിശങ്കർ പറഞ്ഞ് അനുഭവിച്ചോന്നൊക്കെ പറഞ്ഞു മണിശങ്കർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ അമ്മയോട് കാര്യങ്ങളൊക്കെ, അന്ന് അമ്മ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തേലും കേൾക്കുമായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കുമായിരുന്നോ? അതെങ്ങനെയാ, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അമ്മയ്ക്ക് അതൊക്കെ കുറ്റമായിട്ട് തോന്നുന്നു പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുവാണ്. സ്വന്തം സഹോദരനല്ലേ, മനുവിനും ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒടുവിൽ അവരെ കോടതിക്കകത്തേക്ക് ഹാജരാക്കുകയാണ്. ജഡ്ജിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാണ്. തല കുനിച്ചാണ് 4 പേരും ഇങ്ങനെ നിൽക്കുന്നത്. തല ഉയർത്തുന്ന പോലും ഇല്ല. വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അങ്ങനെ അവരുടെ കേസുകളും കാര്യങ്ങളൊക്കെ വിളിക്കുകയാണ്. വാദിഭാഗവും പ്രതിഭാഗവും വക്കീലന്മാരൊക്കെ ഇങ്ങനെ ബാധിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിസ്സാര കാര്യമല്ല. പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ചെയ്ത കാര്യങ്ങളൊക്കെ ഹരിശങ്കറൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ അവർക്ക് ജാമ്യം നിഷേധിക്കുകയാണ്. അവരെ റിമാൻഡിലേക്ക് വിടുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണാനായിട്ട് പോകുന്നത്. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള പ്രകടനം കാര്യങ്ങളൊക്കെയാണ് കോടതി വളപ്പ് നടക്കുന്നത്. നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കുക പോലില്ല. അത്ര നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.